ആവേശത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഐ ഹേർഡ് ആവേശം സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിട്ട് ഡയറക്ടർ പറയുമ്പോൾ മോനില്ലാണ്ട് എന്ത് എന്ന് പറയുന്നത് 3ാമതൊരാള്. അപ്പൊ വീട്ടിൽ പറഞ്ഞിരിക്കണം അമ്മയുടെ അടുത്ത് അമ്മ ഞാൻ ചെറിയ റോൾ ചെയ്തിട്ട് വരാം. തിരിച്ചു പോയിട്ട് അമ്മ ഞാനാണ് മെയിൻ എന്ന് പറയുന്നത്. 100 ദിവസം തിരിച്ചു വിട്ടില്ല, തിരിച്ചു പോയില്ല. പിന്നെ ഡബിങ് എല്ലാം കഴിഞ്ഞിട്ടാ വീട്ടിലോട്ട് പോയത്. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ആവേശത്തിലെ ആ ഒരു? നല്ലായിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചാ പോരെ ആ ടാലന്റ് അവര് സത്യം 2 ദിവസത്തിന് വേണ്ടി വന്ന്. എനിക്ക് മനസ്സിലാവും, ബിക്കോസ് ഞാൻ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് എന്നെ ചെറുതായിട്ട് വിളിച്ചിട്ടേ എന്നെ മെയിൻ ആക്കാറുണ്ട്. എനിക്ക് മോന്റെ മനസ്സിലാവും ആ ഒരു ശരിക്കും നമ്മൾ എളിമയായതുകൊണ്ടായിരിക്കും അത് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. പറഞ്ഞ പോലെ ആന്റിക്ക് ഇഷ്ടമല്ല ആന്റി തന്നെ ഞങ്ങളൊക്കെ ആന്റി എന്ന് വിളിക്കാൻ വേണമെങ്കിൽ മാലയും കമ്മലൊന്നും ഇട്ടവരെ കാണിക്കില്ല. ഭയങ്കര ഗ്രാൻഡ് ഓപ്പണിംഗ് ആ കിട്ടിയത്. അത് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം 35 ദിവസം ഉള്ളായിരുന്നു ഈ ഷൂട്ട്. പിന്നെ ഒരു 2-3 ദിവസം ഷൂട്ട് തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ജിത്തു ചേട്ടൻ വന്നിട്ട് പറഞ്ഞാൽ നിനക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു, എത്ര ദിവസം പറയുന്നത് ഷൂട്ട്? അപ്പോൾ ചേട്ടൻ 35 ദിവസം. പുള്ളി ചോദിച്ചാൽ അതൊരു 90 ദിവസമായ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞേ എന്ത് കുഴപ്പം, അല്ല അതിന് മുമ്പ് ഞാൻ വിളിച്ചത് തന്നെ ചേട്ടാ ഇങ്ങനെ പെങ്ങളുടെ കല്യാണത്തിന് മറ്റേ പോകാനായിട്ട് ഇടയ്ക്ക് എന്ത് ബ്രേക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. പുള്ളിയോടെ ഞാൻ ഇപ്പൊ പറയാം. എന്നിട്ട് പിന്നെ നേരിട്ട് കാണാനായിട്ട് മുകളിലേക്ക് കരഞ്ഞല്ല കണ്ണു കൊടുത്തു. അപ്പൊ പുള്ളി ചോദിച്ചു പെങ്ങളുടെ കല്യാണം കൂടെ ഞാൻ പറയില്ല കുഴപ്പമില്ല. അപ്പോഴത്തേക്കും അത് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി. പെങ്ങളുടെ കല്യാണം നടന്നു, പോകാൻ പറ്റില്ല, നന്നായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അവിടെ സ്വന്തം പെങ്ങളുടെ കല്യാണം കൂടാൻ പറ്റാത്ത കയ്യടി. അത് കഴിഞ്ഞ് അപ്പൊ പെങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ചെല്ലാത്തതില്. പക്ഷെ അത് കഴിഞ്ഞ് ആവേശം റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അളിയനും പെങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്തോളൂ. ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ബ്രദർ നല്ലൊരു കൈ കൊടുക്കും.